ഹലോ ഗൈസ്, വെൽക്കം ടു ചാരു വ്ളോഗ്സ്. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഡേ 2 ഓഫ് മൈസൂറാണ്. ഞങ്ങൾ ഏർലി മോർണിംഗ് ഒരു 7 o'clock ആകുമ്പോഴേക്കും റെഡിയായി അവരുടെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഞങ്ങളിതാ പോയി ഇരിക്കുകയാണ്. എല്ലാവരും സ്കാനിങ് റിപ്പോർട്ടൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട്. അവർക്ക് ഡിസ്കിൻ്റെ ഇഷ്യൂവിന് വേണ്ടിയിട്ട് ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ഞങ്ങളിങ്ങനെ വന്നത്. ഓരോ ചെസ്റ്റ് നമ്പേഴ്സായിട്ട് ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ മൈസൂർ സിറ്റിയിലേക്ക് ഞങ്ങൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ട്രീറ്റ്മെൻറ്റ് എല്ലാം കഴിഞ്ഞു. എല്ലാവരും സെറ്റായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ട്രീറ്റ്മെൻറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ബാക്കിൽ പോകുന്നതിന് ഒരു കുഴപ്പമില്ല. അവർക്കൊന്നും ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടില്ല. ഞങ്ങളാണ് പേഷ്യൻസ്. ഞങ്ങളല്ല, ഇവരാണ് മെയിൻ പേഷ്യൻസ്. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. ഇവിടെ അടുത്തൊന്നും ഹോട്ടലൊന്നും ഇല്ല. അപ്പോൾ ഇനി നമുക്ക് സിറ്റിയിൽ പോയാലാണ് നമുക്ക് ഫുഡ് കിട്ടുള്ളൂ. അപ്പോൾ ഫുഡൊന്നും കിട്ടാണ്ട് ഇവരിങ്ങനെ ശോഭമായിട്ടിരിക്കണം. നമുക്കെന്തെങ്കിലും പറയാനുണ്ടോ ഗൈസ്? ആരും ഒന്നും പ്രതീക്ഷിച്ചിട്ട് മൈസൂർ വരരുത്. ഞങ്ങളുടെ ഒരു അഭിപ്രായം അതാണ്. എക്സ്പ്ലോർ ചെയ്യാനായിട്ട് മൈസൂർ ഒന്നുമില്ല. ട്രിപ്പ് മൂഡിലേക്ക് വരെ ചെയ്യരുത്. ഫുഡ് പിന്നെ അടിപൊളിയാണ് ഗൈസ്. മോസ്റ്റ് പ്രിഫറബിൾ പ്ലേസ് മൈസൂർ ഫുഡിന്. ഇന്നലത്തെ ഫുഡ് അടിപൊളി വൈബ് ഫുഡായിരുന്നു. പിന്നെ രാത്രിത്തെ ഫുഡ് മാത്രം വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. അതെല്ലാവരും വെജിറ്റബിൾ പ്രിഫർ ചെയ്തത് കൊണ്ട്, വെജിറ്റേറിയൻ ആയതുകൊണ്ട് ആർക്കും വലിയ ഇഷ്യൂസ് ഉണ്ടായിരുന്നില്ല. ഞാൻ മട്ടൻ ബിരിയാണി, ഒരാൾ മട്ടൻ ബിരിയാണിയാണ് കഴിച്ചത്. ചിക്കൻ ബിരിയാണി 5 പൈസയ്ക്ക് ഉണ്ടായിരുന്നില്ല. പിന്നെന്താ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ബാക്കി നമ്മൾ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. മൈസൂർ അല്ല, പക്ഷെ പിന്നെ ഇതിപ്പോൾ ഇത് ഞാൻ സീരിയസ് ആയിട്ട് നമ്മൾ ഇനി കുറച്ച് സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ പ്ലാൻ ഉണ്ട്. അപ്പോൾ നമുക്കത് നോക്കാം. എന്തൊക്കെ നടക്കും, എന്തൊക്കെ കിട്ടുന്നുള്ളത് അറിയില്ല. നോക്കിയിട്ട് നമുക്ക് ഓരോ വീഡിയോയിലായിട്ട് പറയുന്നതായിരിക്കും. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഞങ്ങൾ ഓൺ ദ വേ ടു മൈസൂർ പാലസ്. ബ്രേക്ക്ഫാസ്റ്റ് നല്ലതായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കുഴപ്പമുണ്ടായിരുന്നില്ല. ഞങ്ങൾ റോസ്റ്റും മസാല ദോശയൊക്കെ കഴിച്ചത് അടിപൊളിയായിരുന്നു. അടിപൊളി എന്ന് പറയുന്നത് ഇറ്റ് വാസ് ഗുഡ്. ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു? ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയായിരുന്നു, സെറ്റായിരുന്നു. നല്ല ആസ്വദിച്ച് കഴിക്കാൻ പറ്റി. ഹലോ ഗൈസ്, ഞങ്ങളിപ്പോൾ മൈസൂർ സിറ്റിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത്. അവിടെ നിന്ന് ഒരു സാരി ഞങ്ങൾ പർച്ചേസ് ചെയ്തു. പിന്നെ മൈസൂർ സാൻഡൽ, സോപ്പ്, അങ്ങനെ ഒരു സ്പെഷ്യൽ സോപ്പ്, ചന്ദ്രത്തിരി സ്പ്രേ ഇതൊക്കെ അവർ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. സോ പർച്ചേസിംഗെല്ലാം കഴിഞ്ഞിട്ട് ഇവർ വന്നിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇനി ഞങ്ങൾ നെക്സ്റ്റ് മൈസൂർ പാലസിലേക്ക് പോകുന്നത്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ അവിടെ പറ്റി. ഞങ്ങളങ്ങനെ മൈസൂർ പാലസിൻ്റെ മുന്നിലെത്തി. ഞാൻ ആക്ച്വലി ഈ വീഡിയോ മ്യൂട്ട് ചെയ്യാനൊരു റീസൺ ഉണ്ട്. ഞാൻ വലിയ എന്തോ കഥ ഞാൻ പറയണ സീരിയസ് ആയിട്ട്. കാരണം അവിടെ വന്ന ഒരാൾ ഞങ്ങൾ കറക്റ്റായിട്ട് പറഞ്ഞു പറ്റിച്ചു. അതായത് ഇന്നിവിടെ കിങ്ങിൻ്റെയും ക്വീനിൻ്റെയും വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്, ഇന്നിവിടെ കർണാടക മിനിസ്റ്റർ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആൾ ഞങ്ങളെ അങ്ങനെ പറഞ്ഞു പറ്റിച്ചു. ആ സിൽക്കിൻ്റെ ആ ഷോപ്പിലേക്ക് ആളാണ് ഞങ്ങളെ എത്തിച്ചത്. അത് കഴിഞ്ഞിട്ട് ആൾ പറഞ്ഞ് പാലസിൻ്റെ അവിടെ വരുന്ന സമയത്ത് ഇതെല്ലാം കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയും നമ്മളെ പറ്റിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. എന്നിട്ട് അയാളുടെ പൊടി പോലും നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഭയങ്കര അലേർട്ടായിരിക്കണം. നമ്മൾ അങ്ങനെ വിശ്വസിക്കില്ല, എന്നാലും നമ്മൾ സംടൈംസ് നമ്മളൊരു അറിയാത്തൊരു നാട്ടിൽ നമ്മൾ വരുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന ഓരോ എക്സ്പീരിയൻസസ് ആണല്ലോ. അപ്പോൾ ഇപ്പം ഞാൻ നിൽക്കുന്നത് പാലസിൻ്റെ ഫ്രണ്ടിലാണ്. ആ ഫ്രണ്ടിൽ വ്യൂ ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. നല്ല രസമുണ്ടായിരുന്നു. ഇതിങ്ങനെ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് കാണാൻ തന്നെ നല്ല രസമാണ്. പിന്നെ അതിൻ്റെ ഉള്ളിൽ പോയിട്ടുള്ള കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ. ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോൾ തന്നെ നല്ലൊരു വ്യൂ ആണ്. ആ ഒരു കൺസ്ട്രക്ഷനും അതിൻ്റെ ആ ഒരു വ്യൂവും എല്ലാം നല്ല അടിപൊളിയായിട്ടുണ്ട്. അങ്ങനെ ഞാൻ എന്താ മൈസൂർ പാലസിൻ്റെ ഉള്ളിലേക്ക് എൻട്രി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ മൈസൂർ പാലസിൻ്റെ വേറൊരു പേരാണ് അംബാവിലാസ് പാലസ് എന്ന് പറയുന്നത്. Also, Mysore Palace is celebrated as the masterpiece of Indo-Saracenic architecture and the historic seat of Vadya dynasty. കർണാടകയിലെ ഏറ്റവും മോസ്റ്റ് വിസിറ്റഡ് ടൂറിസ്റ്റ് പ്ലേസ് ആണ് മൈസൂർ പാലസ് എന്ന് പറയുന്നത്. മൈസൂർ പാലസ് ശരിക്കും സിംബലൈസ് ചെയ്യുന്നത് കൾച്ചറൽ ഹെറിറ്റേജ് ആണ്. അവർക്ക് ഫേമസ് ആയിട്ട് അവർ കൊണ്ടു നടക്കുന്ന ഒരു പ്രൊസഷനാണ് ദസറ പ്രൊസഷൻ. അതേപോലെ തന്നെ അവരുടെ എക്സെപ്ഷണൽ ക്രാഫ്റ്റ്മാൻഷിപ്പും. മൈസൂർ പാലസ് കൺസ്ട്രക്ട് ചെയ്തത് 1897 ആൻഡ് 1912 ടൈം പീരീഡിൻ്റെ ഇടയിലാണ്. ഇതൊരു ബ്ലെൻഡാണ് ആക്ച്വലി. ഹിന്ദു, ഇസ്ലാമിക്, ഗോത്തിക് ആൻഡ് രജപുത് സ്റ്റൈൽസിൻ്റെ ഒരു ബ്ലെൻഡായിട്ടാണ് മൈസൂർ പാലസിൻ്റെ ആർക്കിടെക്ചറൽ സ്റ്റൈൽ സിഗ്നിഫൈ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ ഡോംസ്, ഇതിൻ്റെ ആർച്ചസ്, ഇതിൻ്റെ എല്ലാം ആർക്കിടെക്ചറൽ സ്റ്റൈൽ എന്ന് പറയുന്നത് വളരെ ഡിഫറെൻ്റ് ആണ്. നമ്മൾ ഓരോന്നും ഇൻ ഡീറ്റെയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാൻ പറ്റും. അതേപോലെ തന്നെ ഇവിടെ ഒരു കല്യാണ മണ്ഡപമുണ്ട്. അത് സ്റ്റെയിൻഡ് ഗ്ലാസ് കൊണ്ടാണ് അവർ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്.
പാലസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഞാൻ പരിചയപ്പെട്ടൊരു ചേട്ടനാണത്. അദ്ദേഹം ഞങ്ങൾക്ക് ഇതിങ്ങനെ സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു. അപ്പം ഞാൻ എന്തായാലും ഇവരുടെ ഭാഷ എന്തായാലും പഠിക്കാൻ പോകില്ല. അപ്പം ഞാൻ ആളെ കുറച്ച് മലയാളം ഭാഷ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളൊന്ന് കേട്ടു നോക്ക്. इसका नेम गिरगिरी सवारी सवारी गिरिगिरी वीटिक्कु चलो मैसूर फेमस उंटु ओ मोने दिनेश आणो കൈല് വേണം കൈല് വീട്ടിക്ക് കൈല് നിമ്മളൊക്കെ എടുത്തോ ഇത് how much അത് ഇത് 150 100 രൂപയ്ക്ക് വാങ്ങി 100 എല്ലാം കൂടി ആള് വാങ്ങി ഫ്രണ്ട് മൈസൂർ പാലസ് इसका नेम മൈസൂർ പാലസ് only सवारी गिरगिरी नहीं സവാരി ഗിരിഗിരി ജസ്റ്റ് ആണോ നെക്സ്റ്റ് ടൈം സ്റ്റഡി മമ്മൂക്കാസ് ഡയലോഗ് ഓൾസോ ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല മക്കളെ അങ്ങനെ ഞങ്ങൾ പാലസ് കണ്ട് ഞങ്ങൾ തിരിച്ചു വരികയാണ്. ഞങ്ങൾക്ക് പാലസിലേക്ക് പോകണമെന്ന് ഒരു പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. മൈസൂർ വന്നതല്ലേ എന്ന് പറഞ്ഞിട്ട് ചുമ്മാ ഒന്ന് പാലസും കൂടെ കാണാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങളൊന്ന് കണ്ടതായിരുന്നു. ഇപ്പം നമ്മൾ ദക്ഷിണ കാശി നഞ്ചങ്കാടിലേക്ക് നമ്മൾ കടക്കുകയാണ്. സോ ഓൺ ദ വേ വിഷ്വൽസ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ കൂടെ ഒരു ട്രെയിൻ എല്ലാം പാസ് ചെയ്യണതെല്ലാം നിങ്ങൾ കണ്ടു കാണും. നല്ല രസമുണ്ടായിരുന്നു. കാറിൽ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കൂടെ ട്രെയിനും ഇങ്ങനെ അപ്പുറത്തെ ട്രാക്കിൽ കൂടെ പോണത് കാണാൻ. അങ്ങനെ നമ്മൾ നഞ്ചങ്കാട് കഴിഞ്ഞു. ഇതിൻ്റെ ഇടയിൽ ഞാൻ മമ്മിയുടെ കുറച്ച് ക്യൂട്ട് മൊമെൻറ്റ്സ് ക്യാപ്ചർ ചെയ്തത്. സോ നൗ വി ആർ അറ്റ് ബന്ദിപ്പൂർ ടൈഗർ റിസർവ്. സോ ബന്ദിപ്പൂർ ടൈഗർ റിസർവ് എസ്റ്റാബ്ലിഷ് ചെയ്തത് 1973 ഇതിൻ്റെ ഒരു ഏരിയ സ്ക്വയർ കിലോമീറ്റർ എന്ന് പറയുന്നത് 1456 കിലോമീറ്റർ ആണ്. അതേപോലെ തന്നെ ഇറ്റ്സ് എ കണ്ടിന്യൂസ് ലാൻഡ്സ്കേപ്പ് വിത്ത് മുടുമലൈ ടൈഗർ റിസർവ്, സത്യമംഗലം ടൈഗർ റിസർവ്, വയനാട് വൈൽഡ് ലൈഫ് സാങ്ച്വറി ആൻഡ് നാഗർഹോൾ ടൈഗർ റിസർവ്. ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് മാനേജ് ടൈഗർ റിസർവ് ആണ് ബന്ദിപ്പൂർ ടൈഗർ റിസർവ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ ദി ഫസ്റ്റ് എക്കോ സെൻസിറ്റീവ് സോൺ ഇൻ കർണാടക. കർണാടകയിലെ ചാമരാജനഗർ പറഞ്ഞ ഡിസ്ട്രിക്റ്റിലാണ് ബന്ദിപ്പൂർ ടൈഗർ റിസർവ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. 1973 പ്രോജക്റ്റ് ടൈഗർ എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റിൻ്റെ അണ്ടറിലാണ് ഈ ബന്ദിപ്പൂർ ടൈഗർ റിസർവ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. കുറേ എലിഫൻസിനെ ഞങ്ങൾ കണ്ടു, അതേപോലെ തന്നെ ഡിയേഴ്സിനെ കണ്ടു, പിന്നെ മങ്കീസ് ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു ഈ കാഴ്ചകൾ കാണുമ്പോൾ. കാണുമ്പോൾ തന്നെ നമുക്കൊരു പേടി. ഇത് കണ്ടോ നിങ്ങൾ, കുട്ടികൾ ഇവിടെ കുറേ പേര് ഇവിടെ ശരിക്കും ഒരു റിസൈഡിങ് ഏരിയ പോലെ തന്നെ ഇവിടെ ഒരു സ്കൂൾ ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. ആക്ച്വലി അവിടെ ഉള്ളവർക്ക് കുറച്ച് ട്രൈബ്സ് അവിടെ റിസൈഡ് ചെയ്യുന്നുണ്ട്. അവർക്ക് ഇതെല്ലാം നോർമലായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഇങ്ങനെയൊക്കെ നമ്മൾ പെട്ടെന്നൊരു ഒരു ആനയൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര പേടിയാണ്. നമ്മൾ ഒരു സൈഡ് ഇങ്ങനെ കണ്ടുവരുമ്പോഴേക്കും നെക്സ്റ്റ് സൈഡ് ഇത് ഉണ്ടാവുക. നമുക്കാണെങ്കിൽ ഓവർ സ്പീഡിൽ പോകാനും പറ്റില്ല. എന്തായാലും നിങ്ങൾ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് തന്നെയാണിത്. ആൻഡ് ഫൈനലി ദ മൈസൂർ വ്ളോഗ് ഹാസ് കം ടു ആൻ എൻഡ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എല്ലാവരും ചാരു വ്ളോഗ്സ് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയും വരുന്നത് വരയ്ക്കും ബൈ.